വഖഫ് ബില്ലിൽ വിവാദ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം. ബോർഡ് അംഗങ്ങളിൽ ചുരുങ്ങിയത് 2 പേർ അമുസ്ലിങ്ങൾ ആകണം. വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, ഏത് സാഹചര്യത്തിലാണ് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്? ഷമി, ഈ സഭാ കാലയളവിൽ തന്നെ വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സഭയുടെ അവസാന ദിവസങ്ങളിലായിരിക്കും വഖഫ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക. അതിനു മുന്നോടിയായിട്ട് ഇപ്പോൾ എംപിമാർക്ക് ബില്ലിന്റെ പകർപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പകർപ്പ് ാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പല വിവാദപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ബില്ലിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശം പ്രധാനമായിട്ടും ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. ചുരുങ്ങിയത് 2 പേർ അത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിന് പുറത്തു നിന്നുള്ളവർ അമുസ്ലിങ്ങൾ ആയിരിക്കണം എന്നതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. 2 വനിതാ അംഗങ്ങൾ വേണമെന്ന ഒരു വ്യവസ്ഥ കൂടി ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനു പുറമെ നിലവിൽ വഖഫ് ബോർഡിനുള്ള അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ വലിയ വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നടക്കം ഉയർന്നു വരുന്നുണ്ട്. ഈ വഖഫ് ബില്ലിന് അവതരണാനുമതി നൽകരുത് എന്നതാണ് മുസ്ലിം ലീഗ് അംഗങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ET മുഹമ്മദ് ബഷീർ MP സ്പീക്കർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ബിൽ ഭരണഘടനാ വിരുദ്ധം എന്നതാണ്. പ്രത്യേകിച്ച് അധികാരങ്ങളടക്കം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നു. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. ഷമി, വഖഫ് ബില്ല് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന് വിഷ്ണു.